തിരുവെഴുത്തുകളിൽ 3 പ്രാവശ്യം ശീലോഹും കുളത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. നെഹമ്യാ പ്രവചനം 3:15, യെശയ്യാ പ്രവചനം 8:6, യോഹന്നാൻ 9:7. ശിലോഹും കുളവും നെഹമ്യാവ് 3:15, ദാവീദിൻ്റെ നഗരത്തിൻ്റെ പടിക്കെട്ടും നെഹമ്യാവ് 12:37, രാജോദ്യാനവും അടുത്തടുത്താണ്. യേശു കുരുടനെ ശിലോഹും കുളത്തിൽ പോയി കഴുകാൻ അയച്ചു. അതിൽ നിന്നും കുളം ദൈവാലയത്തിനടുത്താണെന്ന് വ്യക്തമാകുന്നു. കൂടാരപ്പെരുന്നാളിന് ഈ കുളത്തിൽ നിന്ന് വെള്ളം സ്വർണ്ണപാത്രത്തിൽ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരും. ഇതിനെ ചൂണ്ടിയായിരിക്കണം കർത്താവ് പറഞ്ഞത്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യോഹന്നാൻ 7:37. ഗീഹോൻ ഉറവിൽ നിന്ന് 540 മീറ്റർ നീളമുള്ള നീർപ്പാത്തി വഴിയാണ് വെള്ളം ശിലോഹും കുളത്തിൽ എത്തുന്നത്. പാറയിലൂടെയാണ് നീർപ്പാത്തി നിർമ്മിച്ചിരിക്കുന്നത്. യെരുശലേമിൻ്റെ പരിസരത്തുള്ള ഒരേ ഒരു ശുദ്ധജല ഉറവ ഇതുമാത്രമാണ്. നഗരം നിരോധിക്കപ്പെടുന്ന സമയം പട്ടണത്തിന് വെളിയിലുള്ള ശത്രുക്കൾക്ക് ജലം ലഭിക്കാതിരിക്കുന്നതിനും പട്ടണത്തിലുള്ളവർക്ക് ജലം ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഈ നീർപ്പാത്തി നിർമ്മിച്ചിരിക്കുന്നത്. നഗരമതിലിന് വെളിയിൽ കിദ്രോൻ താഴ്വരയ്ക്ക് മുകളിലുള്ള ചരിഞ്ഞ പാറക്കെട്ടിലാണ് ഉറവ ഉത്ഭവിക്കുന്നത്. യുദ്ധകാലത്ത് ഈ ഉറവ അടച്ചു കളയാം. അശൂർ രാജാവായ സെൻഹെരിബ് യെരുശലേമിനെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ യെഹിസ്കിയാ രാജാവ് പട്ടണത്തിന് പുറത്തുള്ള ഉറവുകളും തോടും അടച്ചു കളഞ്ഞു. 2 ദിനവൃത്താന്തം 32:3-4 ശിലോഹം കുളം ദീർഘചതുരശ്ര രൂപമാണ്. അത് ഭാഗികമായി പാറയിൽ കുഴിച്ചതും ഭാഗികമായി കൽപ്പണി കൊണ്ട് കെട്ടിപ്പൊക്കിയതുമാണ്. കുളത്തിന് ഏതാണ്ട് 15.9 മീറ്റർ നീളവും 5.4 മീറ്റർ വീതിയും 5.7 മീറ്റർ ആഴവുമുണ്ട്. ഈ നീർപ്പാത്തിയെക്കുറിച്ച് ആദ്യം അറിവ് ലഭിക്കുന്നത് 1838 അമേരിക്കൻ സഞ്ചാരിയായ എഡ്വേർഡ് റോബിൻസണും അദ്ദേഹത്തിൻ്റെ മിഷണറി സുഹൃത്തായ എലിസ്മിത്തും ചേർന്നാണ് അത് പര്യവേഷണം നടത്തിയത്. 1867 ക്യാപ്റ്റൻ ചാൾസ് വാറനും ഈ നീർപ്പാത്തിയെ പര്യവേഷണം ചെയ്തു. ഇവരാരും തന്നെ നീർപ്പാത്തിയിൽ ശീലോഹും കുളത്തിനടുത്ത് ഉണ്ടായിരുന്ന ഒരു ലിഖിതം കണ്ടില്ല. 1880 ഒരു കുട്ടിയാണ് ഈ ലിഖിതം കണ്ടത്. തുടർന്ന് ഈ ലിഖിതം സെയ്സി മറ്റു പണ്ഡിതന്മാരുടെ സഹായത്തോടുകൂടി നിർദ്ധാരണം ചെയ്തു. പൗരാണിക എബ്രായ ഭാഷയിൽ എഴുതിയ 6 വരികളുണ്ട് ഇതിൽ. ലിഖിതത്തിൻ്റെ ആദ്യ പകുതി നഷ്ടപ്പെട്ടു. ഈ ലിഖിതം വെട്ടിയെടുത്ത് ഇപ്പോൾ ഇസ്താൻബൂളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ലിഖിതത്തിന് ശിലോഹാം ലിഖിതം എന്നാണ് പറയുന്നത്.